ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങൾക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. സിമ്പിൾ ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മുഖത്ത് തേക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. അതുമാത്രമല്ല, മുഖം നല്ല ബ്രൈറ്റ് ആവാൻ അടിപൊളിയാണ്. മുഖം നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഇരിക്കുവേ. നമ്മൾ സുന്ദരി കുട്ടികളായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്തതിൻ്റെ എല്ലാ ചക്കര ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് വേണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. ഇപ്പോൾ നമുക്ക് വേഗം തന്നെ സിമ്പിൾ ഫേസ് പാക്ക് വേഗം തന്നെ ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനമാണ് മുൾട്ടാണി മിട്ടി. നമ്മുടെ മുഖക്കുരുള്ളവർക്കൊക്കെ നല്ല അടിപൊളിയാണ്. ഡ്രൈ സ്കിന്നുകാർക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിതിൻ്റെ കൂടെ കുറച്ച് കട്ട തൈരും കൂടെ മിക്സ് ചെയ്ത് തേച്ചാൽ മതി. എൻ്റെ ഓയിൽ സ്കിന്നാണ്. ഇപ്പോൾ നോക്കി 2-3 ദിവസമായിട്ട് എണ്ണയിലിട്ട സംഭവങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. കുഞ്ഞു കുരുക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മുൾട്ടാണി മിട്ടി ചേർത്ത് ഫേസ് പാക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൊടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പണ്ട് +2 സമയത്തൊക്കെ ഞാൻ സ്ഥിരം തേച്ചുകൊണ്ടിരുന്ന പാക്കാട്ടോ മുൾട്ടാണി മിട്ടിയുടെ. ഭയങ്കര ഇഷ്ടമാണ്. അന്നേരമൊക്കെ ഭയങ്കരമായിട്ട് മുഖക്കൂരൊക്കെ ഉണ്ടാകുമായിരുന്നേ. അന്നേരം ഞാൻ മുൾട്ടാണി മിട്ടി റോസ് വാട്ടർ ഇല്ലേ, ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. നന്നായിട്ട് മുഖക്കൂരൊക്കെ കുറയും. പിന്നെ മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ അടിപൊളിയാണ്. മുൾട്ടാണി മിട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് കഴുത്തിനും കൂടി ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് നമുക്ക് റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. റോസ് വാട്ടർ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി പോവേ. അപ്പോൾ ഞാനിത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേറൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖമൊക്കെ നല്ലൊരു തിളക്കം കിട്ടാൻ, നല്ലൊരു ഗ്ലോ ആയിട്ട് തന്നെ നിൽക്കണം. കാരണം ഓയിൽ സ്കിന്നുകാർക്ക് ഈ മുൾട്ടാണി മിട്ടിയും റോസ് വാട്ടറും നല്ലൊരു പാക്ക് തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ മുഖത്തുള്ള ഒരുപാട് ഓയിൽ അങ്ങ് വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ മുഖത്തിന് കുഞ്ഞു ചുളിവുകളൊക്കെ വരുവേ. അപ്പോൾ നമുക്ക് ഒരുപാട് ഓയിലൊന്നും വലിച്ചെടുക്കണ്ട. നമുക്ക് എന്താ കുറച്ച് തേനും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് തേനും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മതിയാവും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ചിലപ്പം തേൻ ചേർത്തുകൊണ്ടേ കട്ടയിരിക്കാൻ സാധ്യതയുണ്ട്. കണ്ടോ, കട്ടയായിട്ട് ഇരിപ്പുണ്ട്. കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഇച്ചിരി കട്ട പോലെ തോന്നുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ റോസ് വാട്ടർ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. തേൻ അത് മതി കേട്ടോ. കുറച്ച് റോസ് വാട്ടറും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ നല്ലൊരു പാക്കാണ് കേട്ടോ. നമ്മുടെ മുഖമൊക്കെ നല്ല തിളക്കം കിട്ടാനും പാടുകൾ പോകാനൊക്കെ അടിപൊളി ഒരു പാക്കാണ്. സിമ്പിൾ പാക്കാണ്. ഇപ്പോൾ മുൾട്ടാണി മിട്ടി എല്ലാ കടകളിലും കിട്ടുന്ന ഒരു സാധനമാണ്. പണ്ടൊക്കെ പിന്നെ എന്താ പറയുക, മാലയൊക്കെ മേടിക്കുന്ന കടയില്ലേ, അവിടെ മാത്രമേ സാധനം കിട്ടാറുള്ളൂ. ഇപ്പം മെഡിക്കൽ സ്റ്റോറിലൊക്കെ നല്ല അടിപൊളി കമ്പനിയുടെയൊക്കെ മുൾട്ടാണി മിട്ടി കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുൾട്ടാണി മിട്ടി, റോസ് വാട്ടർ, തേൻ ചേർത്ത പാക്കാണിത്. ഇനി നമുക്ക് മുഖത്ത് നല്ലവണ്ണം തേച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് റെസ്റ്റിന് വെക്കുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ 2-3 മിനിറ്റ് റെസ്റ്റിന് വെക്കുന്നില്ല കേട്ടോ. ഞാൻ അപ്പോൾ തന്നെ തേച്ചെടുക്കാൻ മതി. നിങ്ങൾ വെക്കുമ്പം 2-3 മിനിറ്റ് റെസ്റ്റിന് വെച്ചതിന് ശേഷം മുഖത്ത് തേച്ച് കൊടുത്താൽ മതിയേ. നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അതായത് ഒരു തരി പോലില്ല. കണ്ടില്ലേ, നല്ല എന്താ പറയുക, നല്ല നൈസായിട്ട് പൊടിച്ചെടുത്ത ഒരു സംഭവമാണല്ലോ ഈ മുൾട്ടാണി മിട്ടി പാക്ക്. അപ്പോൾ നമുക്ക് മുഖത്തങ്ങ് തേച്ച് കഴുകി കളയുമ്പോൾ നമ്മുടെ മുഖം നല്ല അതുപോലെ തന്നെ ഈ മുൾട്ടാണി മിട്ടി പോലെ തന്നെ ഇരിക്കും, നല്ല നൈസായിട്ട്. പിന്നെ ഒരുപാട് മുഖക്കുരുള്ളവരൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് ആവിയൊക്കെ പിടിച്ചിട്ട് മുഖത്തങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. കണ്ണിൻ്റെ സൈഡിൽ തേക്കണ്ട. കണ്ണിൻ്റെ സൈഡിൽ തേച്ചാൽ നമ്മുടെ സ്കിന്ന് ഒന്നും കൂടി ഡ്രൈ ആവേ.
ഇതിപ്പോൾ മുടിയിലായാലും പിരികത്തായാലും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മുടിയിലൊക്കെ മുൾട്ടാണി മിട്ടിയുടെ പാക്കൊക്കെ തേക്കുന്നതാണ്. ഒരുപാട് ഇങ്ങനെ ഓയിലായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ലേ മുടിയൊക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ മുൾട്ടാണി മിട്ടിയുടെ പാക്കൊക്കെ മുടിയിലും തേക്കുന്നതാണ്. ഇങ്ങനെ കഴുത്തിലും കൂടെ അങ്ങ് തേച്ച് കൊടുക്കുക. പക്ഷേ ഞാൻ മുടിയിൽ അങ്ങ് മുൾട്ടാണി മിട്ടിയുടെ പാക്ക് തേച്ചിട്ടില്ല കേട്ടോ. ഞാൻ മുഖത്ത് മാത്രമേ തേക്കാറുള്ളേ. മാല ഊരിയൊക്കെ മറന്നുപോയായിരുന്നു. അപ്പോൾ നമ്മുടെ കഴുത്തിന് പുറവശം നല്ല വണ്ണങ്ങ് തേച്ച് കൊടുക്കണം. നമ്മൾ തേക്കുന്നതനുസരിച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് വേണം തേച്ച് പിടിപ്പിക്കാനേ. നമ്മുടെ ചുണ്ടിൻ്റെ ഈ സൈഡിലൊക്കെ നമുക്ക് കറുപ്പൊക്കെ വരാറുണ്ട്, അതൊക്കെ കുറയാനൊക്കെ നല്ലതാണ് കേട്ടോ. ഞാനിത് മുഖത്തും കഴുത്തിലുള്ള നല്ലോണം പാക്കങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ, കുറച്ചേ വന്നിട്ടുള്ളൂ. ആ സാരിൽ നമുക്ക് കയ്യിലൊക്കെ തേച്ച് കൊടുക്കാം. പക്ഷെ കയ്യിലൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. എൻ്റെയൊക്കെ ഓയിൽ സ്കിന്ന്, മുഖം മാത്രം ഓയിൽ സ്കിന്നുള്ളൂ, കൈയും കാലൊക്കെ ഡ്രൈ സ്കിന്നാണ് കേട്ടോ. അപ്പോൾ കയ്യിലൊക്കെ തേക്കുമ്പോൾ നമ്മൾ കൈ ഒന്നുകൂടി ഡ്രൈനെസ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് തൈരും കൂടെ മിക്സ് ചെയ്ത് തേക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ, ഒരുപാട് ഡ്രൈ ഒന്നും ആവില്ല. അപ്പോൾ ഞാൻ എന്തായാലും മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ആകുമ്പോൾ നമുക്ക് കഴുകിക്കളയാം. മുഖം നല്ല നിറം വയ്ക്കാൻ ഈസി പാക്കാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഈസി പാക്കാണ്. ഈ മുൾട്ടാണി മിട്ടിയുടെ ഈ പാക്കറ്റിന് എത്ര രൂപയെന്ന് വെച്ചാൽ 20 രൂപയേ ഉള്ളൂ കണ്ടോ. 20 രൂപ, 50 ഗ്രാം 20 രൂപ. അതിലെഴുതിയിട്ടുണ്ട് മുഖത്ത് എണ്ണമയം ആഗിരണം ചെയ്ത് മുഖക്കുരുവിൻ്റെ വളർച്ച ചേർക്കുന്നു, കറുത്ത പാടകൾ, അഴുക്കുകൾ, മൃദുകോശങ്ങൾ നീക്കം ചെയ്ത് മുഖം തിളക്കമുള്ളതാക്കുന്നു. എഴുതിയിട്ടുണ്ട് റോസ് വാട്ടറിൽ അല്ലെങ്കിൽ പനിനീരിൽ ചാലിച്ച് മുഖത്ത് തേച്ച് കൊടുത്താൽ മതി. ഇതിൽ പുരികത്തിലും കണ്ണിലും വരാതെ ശ്രദ്ധിക്കണമെന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പുരികത്തിലൊക്കെ ആയിട്ടുണ്ട്. പിന്നെ 30 മിനിറ്റിന് ശേഷം കഴുകി കളയുക. സോപ്പ് ഉപയോഗിക്കരുത്. ഫേഷ്യൽ ചെയ്യുമ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. ഇതിലെല്ലാം വിശദീകരിച്ച് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 20 രൂപ മാത്രം മതി നമ്മുടെ മുഖം ഒന്ന് തിളക്കം കിട്ടാൻ. 20 രൂപയ്ക്ക് ഈ ഒരു പാക്കറ്റ് നമുക്ക് ഒരുപാടൊന്നും വേണം, കുറച്ച് മതിയില്ലേ. ഇന്ന് പൊട്ടിച്ച പാക്കറ്റാണ്, പുതിയ പാക്കറ്റാണിത്. അപ്പം നമുക്കിത് ഒരു 2 ആഴ്ച വരെ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. ഡെയിലി ഉപയോഗിക്കേണ്ട, ആഴ്ചയിൽ 3 തവണ ഉപയോഗിച്ചാൽ മതി. സിമ്പിൾ പാക്ക്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പാക്ക് ഉണങ്ങിയിട്ട് കാണാം. അപ്പോൾ എൻ്റെ ഫേസ് പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയി കഴുകിയിട്ട് വേഗം തന്നെ വരാവേ. അധികം സംസാരിക്കരുത്, സംസാരിച്ച ചുളിവുകൾ വരും. അതുകൊണ്ട് ഞാൻ ചുണ്ട് പോലും എനക്കത് സംസാരിക്കാം കേട്ടോ. ഞാൻ കഴുകിയിട്ട് വരാവേ. ഞാനിത് മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് കഴുകിയാൽ ശരിയാവില്ല കേട്ടോ, ഇവിടെയൊക്കെ ആവത്തില്ലേ. അത് ഞാൻ മുറ്റത്ത് പോയിരുന്ന കേട്ടോ മുഖം കഴുകിയത്. അപ്പം മുഖം കഴുകിയപ്പോൾ തന്നെ നല്ലൊരു മാറ്റം തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ഡ്രൈ ഒന്നും ആയിട്ടില്ല. ഇപ്പം നമ്മൾ റോസ് വാട്ടറും പിന്നെ മുൾട്ടാണി മിട്ടിയും ഇത് തന്നെയാണെങ്കിൽ എന്തായാലും ഭയങ്കര ഡ്രൈ ആവും കേട്ടോ. എനിക്ക് ഒരുപാട് അങ്ങ് ഡ്രൈ ആയി വലിഞ്ഞു മുറുകുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിതിൽ ഇച്ചിരി തേനും കൂടെ ചേർത്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് നമുക്ക് തോന്നണില്ല. പക്ഷെ മുഖം നല്ല എന്താ പറയുന്ന ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. പിന്നെ നല്ല അടിപൊളിയായിട്ട് തിളക്കമുണ്ട്, കണ്ടില്ലേ. നല്ല മാറ്റമുണ്ട് കേട്ടോ. ഉണ്ണീസ് അവിടെ ഒച്ച ഉണ്ടാക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മുൾട്ടാണി മിട്ടി, റോസ് വാട്ടർ, തേന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞ് വിശേഷം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ കുറേ ഫ്രണ്ട്സുകൾ, നമ്മൾ നേരിട്ട് കാണുന്ന കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവർ പറഞ്ഞു എടി നീ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ ഉൾപ്പെടുത്ത്, എപ്പോഴും ടിപ്സ് കണ്ടു മടുത്തു എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഉൾപ്പെടുത്താമെന്ന് കരുതി നമ്മൾ ഉണ്ണിക്കുട്ടയുടെ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവൻ്റെ കുഞ്ഞു കളികളൊന്ന് കണ്ടു നോക്കിയാലോ. ഉണ്ണിക്കുട്ടൻ ഇന്ന് അംഗൻവാടി പോവാതെ വീട്ടിലിരിക്കുവാണേ. ചേച്ചിമാരുടെ ബാർബി എടുത്തുകൊണ്ടാണ് കളിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ചേച്ചിമാർ വരുമ്പോൾ ഉണ്ണിക്കിന്ന് തല്ല് കിട്ടുമോ? തല്ല് കിട്ടുമല്ലേ? പപ്പയാണോ തല്ലണേ? ആരെ തല്ലുന്നേ? അമ്മയാണോ പപ്പയാണോ മോനെ തല്ലുന്നേ? ആണോ ചേട്ടായിയാണോ? ചിപ്പ പറഞ്ഞേട്ടാ ഇവന് ആരും തല്ലാറ്, ഇവനെ നമ്മളെയാണ് തല്ലുന്നത്. റൗഡിയാ റൗഡി. ആ കണ്ടു ആ കണ്ടു ഇവന് തന്നെ ഇരുന്ന് കളിക്കുവേ. ഇവിടെ ഞാനും കൂടിട്ടോ കളിക്കാന്. വേണ്ട
വൈകുന്നേരം ആയപ്പോൾ ഞാനും ചേട്ടായി എല്ലാം കൂടി നമ്മൾ കശുവണ്ടിപ്പഴമൊക്കെ പെറുക്കി അതിൻ്റെ കശുവണ്ടിയൊക്കെ ഒന്ന് എടുക്കുവാണ് കേട്ടോ. അപ്പം 2 ദിവസത്തെയാണിത്. 2 ദിവസത്തെ ആയതുകൊണ്ട് ചെറുതായിട്ടൊരു ചീഞ്ഞ രീതിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ പെറുക്കുള്ളേ. അപ്പം എന്താ കശുവണ്ടി എല്ലാം മാറ്റിയിട്ടുണ്ട്, ആ ഷീറ്റിനുള്ളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതൊന്ന് വെയിലത്തൊന്ന് ഉണക്കിയെടുക്കും കേട്ടോ. അത് ഉണക്കിയെടുത്തിട്ട് വേറെ ബക്കറ്റിലായിട്ടാണ് ഞങ്ങൾ മാറ്റി വെക്കുന്നത്. അപ്പം നമ്മുടെ സീസൺ തുടങ്ങിയല്ലോ, കശുവണ്ടി സീസൺ തുടങ്ങിയതോടെ നമ്മളിപ്പോൾ കശുവണ്ടി പെറുക്കാൻ തുടങ്ങി. ഇനിയിപ്പം 2-3 മാസം വരെയൊക്കെ ഉണ്ടാവേ, ആ മഴക്കാലത്തൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കശുമാമ്പഴം കാണുമ്പോൾ തന്നെ ഭയങ്കര കൊതി വരും. ഈ മഞ്ഞ കളറും ഓറഞ്ച് കളറുള്ള കശുമാമ്പഴം കൊണ്ടല്ലോ കാണുമ്പോൾ തന്നെ കൊതി വരുവേ. പക്ഷേ ഇതിൻ്റെ കൊതി കാരണം ഞാൻ ഒരെണ്ണം തിന്നായിരുന്നു. അത് നമ്മൾ ഫ്രഷായിട്ട് തന്നെ പറിക്കണം കേട്ടോ. 2 ദിവസം മുമ്പ് വീണൊന്നും എടുക്കില്ല, നമ്മൾ ഫ്രഷായിട്ട് വീണ് കിടക്കണില്ല, അത് മാത്രമേ തിന്നുള്ളൂ. പക്ഷേ അതിൻ്റെ തിന്ന് കഴിഞ്ഞപ്പം എൻ്റെ നാക്കിൽ തൊലിയൊക്കെ പോയി ചുണ്ടൊക്കെ ചൊറിയാനൊക്കെ തുടങ്ങി. എനിക്കത് പണ്ട് അലർജിയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കഴിക്കുമ്പോൾ എനിക്കത്ര വായിലൊന്നും പിടിക്കണില്ല കേട്ടോ. അതുകൊണ്ട് ഞാനത് കഴിച്ചില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയെന്നുള്ളൂ. അപ്പം ഞങ്ങൾ വേഗം ഒന്ന് കശുവണ്ടി ഈ ബക്കറ്റിലേക്ക് എല്ലാം ഒന്ന് മാറ്റിയിട്ട് വെയിലൊക്കെ കൊണ്ടൊന്ന് മാറ്റിയിട്ടായിരുന്നേ. ഇത് ഫ്രഷായിട്ട് വീണ കശുമാമ്പഴാണ്. ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും കേട്ടോ. എൻ്റെ കയ്യിലൊക്കെ ഉണ്ട് നനവ് വന്നുകൊണ്ട്. നല്ല കശുമാമ്പഴത്തിൻ്റെ നീര്. പക്ഷേ കഴിക്കാൻ ഇഷ്ടമൊക്കെയാണ്, പക്ഷെ ചുണ്ട് ഇതാവുന്നതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്. പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോൾ ഉണ്ടല്ലോ നല്ല മഴ പെയ്ത്. കണ്ട കശുമാമ്പഴമൊക്കെ മുറ്റത്ത് കിടക്കണുണ്ടോ, ആ കാറ്റത്ത് വീണതാണ്. നല്ല അടിപൊളി മഴ പെയ്തു കേട്ടോ. ആ മഴ അങ്ങ് പെയ്തപ്പോൾ എന്തോ ഒരു ആശ്വാസം, ഈശ്വരാ ഒന്നും പറയണ്ട. ഈ ചൂടത്തൊരു ചെറിയ തണുപ്പും മഴയും കിട്ടുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസം. ചില കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നേ. പിന്നെ ആ റോഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു മാങ്ങകളും കശുമാമ്പഴമൊക്കെ വീണിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.